ഹായ് ഗായ്സ്, അങ്ങനെ തിരുവോണമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിപ്പോൾ തിരുവോണമല്ല കേട്ടോ, ഇത് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി പൂക്കളൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പൂക്കൾ കട്ട് ചെയ്യുന്ന തൊട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ഈ പൂക്കൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഇത്രയും ദിവസം ഞാൻ അത്തം ഇട്ടത് വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ടായിരുന്നു, കൊച്ചി അത്തമായിരുന്നു. അപ്പോൾ തിരുവോണത്തിന് കുറച്ച് വലിയ അത്തം ഇടണമെന്നൊരാഗ്രഹം. അങ്ങനെ പൂവ് മേടിപ്പിച്ച അച്ഛനെ കൊണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ പൂക്കൾ മേടിക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അച്ഛൻ മറന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ തവണ തിരുവോണത്തിൻ്റെ അന്ന് ഭയങ്കര മൂഡ് ഓഫായിരുന്നു. എന്തായാലും ഇത്തവണ ഞാൻ ഹാപ്പിയായി. കാരണം ഈ പൂക്കളൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു ഓണം വൈബ് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ജമന്തിയുടെയൊക്കെ മണം നന്നായിട്ട് അറിയാൻ. അങ്ങനെ പൂവൊക്കെ കട്ട് ചെയ്ത് സെറ്റായി, എല്ലാമൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓരോ പൂക്കളും. ഇനി നാളെ അത്തമിടുമ്പോൾ കാണാം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ അത്തയുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ തിരുവോണമായത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ അവധി ഇപ്പം തന്നെ തീരും. ഇന്ന് 15 ഇനി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഓണം അവധിയും കഴിയും. ഓണം അവധിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വർഷം കൂടിയേ ഉള്ള ഓണം അവധിയൊക്കെ. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഓണം അവധിയില്ല. ഓണം അങ്ങനെ അത്തമിട്ട് കഴിഞ്ഞു. കുറേ നേരത്തെ സമയമെടുത്ത്. എന്തായാലും ഇനി പോയി ഇവിടുത്തെ ക്ലബിൻ്റെ അത്തം കണ്ടിട്ട് വരാം. അങ്ങനെ ഞാൻ പോയി ക്ലബിൻ്റെ അത്തം കണ്ടു. കൊള്ളാം. എൻ്റെ അത്തത്തിൻ്റെ അത്ര പോരാ, എന്നാലും കൊള്ളാം. ഞാനിവിടെ ക്ലബിലെ അത്തമൊക്കെ കാണാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ അത്തത്തിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അച്ഛൻ. ചന്ദനത്തിരി പിന്നെ 2 ചെടിയൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. കൊള്ളാം എന്തായാലും. അങ്ങനെ അത്തയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ഇന്നത്തെ ഓണം കുളമാകും. ഇപ്പം തന്നെ അമ്മയ്ക്ക് മൂഡ് മാറി തുടങ്ങി. അപ്പം ഞാൻ ഇനിയും പോയി സഹായിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യിൽ തീരുമാനം. നമുക്ക് ചെറിയ ചെറിയ പണികൾ ചെയ്യാം. എന്തെങ്കിലും അരിയുക, പറക്കുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികൾ ചെയ്തിട്ട് വരാം. ചിമ്പൂട്ടിക്ക് ഓണം വന്നോ? ഓണം വന്നില്ലേ? ഒന്നും തിന്നാൻ കിട്ടിയില്ലേ ഓണമായിട്ട്? പൊന്നെ പടക്കം പൊട്ടിച്ചോ? പേടിച്ചു പോയോ വാവാ? എൻ്റെ ശുണ്ടരുമാണ്.